ഹായ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇൻകം ടാക്സിൻ്റെ അവസാനത്തെ ഹെഡ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻകം ടാക്സിലെ അവസാനത്തെ ഹെഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അതർ സോഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TDS, അതുപോലെ തന്നെ എന്താണ് ഗ്രോസപ്പ്, അതുപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റീസ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കണക്ക് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് തുടക്കത്തിൽ ഒന്ന് നമ്മൾ പരാമർശിച്ചത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ എന്തെല്ലാമാണ് നമ്മൾ ഈ ഒരു അതർ സോഴ്സിൽ വരുന്ന ഇൻകങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, സോ സമയം കളയുന്നില്ല, ഇതിൻ്റെ ബേസിക് ഇൻഫോർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻകം ചാർജബിൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 2. നമ്മൾ ഇൻകം ടാക്സിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ പറയുന്നത് 56 മുതൽ 59 വരെയുള്ള ഭാഗമാണ്. അതിൽ 56 സബ്സെക്ഷനിൽ 2 പറയുന്ന എന്തെല്ലാമാണ് ഈ അതർ സോഴ്സിൽ ടാക്സബിൾ ആവുന്ന കാര്യങ്ങൾ എന്നാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്കെന്താണ്, പാകിസ്ഥാനിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്തുകയാണ്. അതിന് കിട്ടിയിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോറിൻ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയും. അതൊക്കെ ചാർജ് ചെയ്യുന്ന എവിടെയാണ്? അതർ സോഴ്സിലാണ്. ഓക്കെ, സാധാ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ റെസീറ്റ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ, അതായത് ഇപ്പം ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റീൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഫീയോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, MP MLA ഇവർക്കൊക്കെ കിട്ടുന്ന സാലറി, അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ മെമ്പർ ഓഫ് ഫാമിലി പെൻഷൻ റിസീവ് ചെയ്യാൻ, നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഇൻട്രസ്റ്റ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഏതിലാണ് വരിക? ഇതൊക്കെ നമ്മൾ അതർ സോഴ്സിൽ വരും. ഈ ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽഡിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണയായിട്ട് ഇതെന്താണ്, ഒരു റെഗുലറായിട്ട് ഒരു മന്ത്ലി എമൗണ്ടാണ് പേയബിൾ ബൈ ദി എംപ്ലോയർ ടു എ പേഴ്സൺ ബിലോങ്ങിങ് ടു ദി ഫാമിലി ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി എന്നാണ്. അതായത് നമ്മളെ വീട്ടിലിപ്പോൾ അല്ലെങ്കിൽ ഒരു വിധവ ഉണ്ടെങ്കിൽ, അപ്പോൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് കിട്ടും? വിധവ പെൻഷൻ കിട്ടും. അത് ഫാമിലി പെൻഷൻ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പെൻഷൻ കിട്ടുമ്പോൾ അതിനെന്താണ്, ആ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, പെൻഷൻ തുക ഉണ്ടല്ലോ, അതിൻ്റെ 1/3 മൂന്നിലൊരു ഭാഗം അല്ലെങ്കിൽ 15,000 15,000 അതിലേതാണോ കുറവ് അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു 60,000 രൂപ പെൻഷൻ കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടിയ 60,000 മുഴുവൻ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെന്താണ്, ഇതിൻ്റെ 1/3. ഇപ്പോൾ 60,000ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 20 20 60. സോ 20,000 ഓർ 15,000 15,000, ഇതിലേറ്റവും കുറവേതാകും. അപ്പോൾ 15,000 അത്രയും നമുക്ക് ഈ എമൗണ്ടിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 60,000 കിട്ടിക്കഴിഞ്ഞാൽ 60,000 നിന്ന് ഈ 15,000 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അപ്പോൾ എത്ര ഉണ്ടാകുക? 45 രൂപ. ഇതിനെന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. സോ ഇങ്ങനെ ഒരു എക്സംഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആർക്ക് അലൗബിളാണ്? നമ്മളെ ഫാമിലി പെൻഷൻ റിസീവ് ചെയ്യുന്ന മെമ്പർക്ക് കിട്ടും. 1/3 ഓഫ് സച്ച് പെൻഷൻ ഓർ 15,000 വിച്ചെവർ ഇസ് ലെസ് എന്നാണ്. അതിലേറ്റവും കുറവ് ഏതാണോ അത് ഇവർക്ക് എക്സംപ്റ്റ് കിട്ടും. ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം സബ്ലെറ്റിങ്. സബ്ലെറ്റ് ചെയ്യാൻ എന്താണ്?
സബ്ലെറ്റിംഗ് അറിയണമെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്ത സാധനം വീണ്ടും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക, അതാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വരും. പിന്നെ ഗ്രൗണ്ട് റെൻറ്റ് നമ്മൾ എന്താണ് അത് വാടകയ്ക്ക് അങ്ങനെ എന്താണ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഭൂമി നമ്മൾ പാട്ടത്തിന് കൊടുക്കുക, ആ രീതിയിലൊക്കെ വരികയാണെങ്കിലൊക്കെ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ റോയൽറ്റി ഫ്രം റൈറ്റിംഗ് ബുക്സ്, ബുക്കുകളൊക്കെ എഴുതുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി അതൊക്കെ ഇതിലാണ് വരിക. പിന്നെ ഡയറക്ടേഴ്സ് ഫീസ് ഓർ സിറ്റിംഗ് ഫീസ് എക്സെട്ര, കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവർക്ക് കിട്ടുന്ന ഫീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരൊക്കെ എന്താണ് അതൊക്കെ ഈ ഹെഡിൽ വരും. പിന്നെ എല്ലാ ക്യാഷ്വൽ ഇൻകം വരും. ഓക്കെ, ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നോൺ റെക്കറിങ് ഇൻ നാച്ചുറാണ്, ആവർത്തിക്കാതെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ആകസ്മികമായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെയാണ്. ഓക്കെ, തികച്ചും ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ വിന്നിങ് ഫ്രം ലോട്ടറി അടിക്കുക, ദിവസങ്ങൾ ലോട്ടറി അടിക്കില്ലല്ലോ അല്ലേ, അത് ക്രോസ് വേർഡ് പസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മൾ ഈ ഒരു പദപ്രശ്നം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ സുഡോക്കൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കുറേ കള്ളിയൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് പൂരിപ്പിച്ചു കൊടുക്കുക, അതൊരു ഗെയിമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് അത് എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. ഓക്കെ, സോ അത്. പിന്നെ ഗാംബ്ലിങ്, ചൂതാട്ടം. ഓക്കെ, ബെറ്റിങ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെ കാർഡ് ഗെയിം സീട്ട് കളി എന്നുള്ള അർത്ഥത്തിൽ തന്നെ. പിന്നെ ഹോഴ്സ് റേസ് കുതിര. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മൊത്തത്തിൽ എന്താണ് ക്യാഷ്വൽ ഇൻകം എന്നുള്ള ഗണത്തിലാണ് വരിക. അപ്പോൾ ഈ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഏതിലാണ് വരിക, ഇതൊക്കെ നമ്മൾ അതർ സോഴ്സിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ലോട്ടറി എടുക്കാൻ നിങ്ങൾക്ക് എന്താണ്, ലോട്ടറി അടിച്ചു, ഒരു 10 ലക്ഷം ലോട്ടറി അടിച്ചു, അതിന് പിന്നെ നിങ്ങളെന്താണ് ഒരു 50,000 ടിക്കറ്റ് എടുത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ടിക്കറ്റ് ഉണ്ടല്ലോ എക്സ്പെൻസ് അത് കുറയ്ക്കാൻ പറ്റില്ല. സോ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലോട്ടറി അടിച്ചത് ആ എമൗണ്ട് തന്നെ നമ്മൾ എടുക്കണം, അല്ലാതെ അതിനെന്താണ് ചിലവായ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള ടാക്സ് ചെയ്യാമെന്നുള്ള പരിപാടി പറ്റൂല എന്നർത്ഥം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കണക്കിൽ വെച്ച് പറയാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻകം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇൻകൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കീമാൻ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ച് നമ്മൾ മുന്നൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കമ്പനി സാധാരണഗതിയിൽ എന്താണ് അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒക്കെ പേരിൽ എടുക്കുന്ന പോളിസിയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഒരു കീമാൻ ഉണ്ടായിരിക്കും, അയാൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചിലപ്പം ആ ഒരു സ്ഥാപനമൊക്കെ പോകുന്നത്. അപ്പോൾ അയാളുടെ പേരിൽ എന്ത് ചെയ്യും, ഒരു പോളിസിയൊക്കെ എടുത്തിട്ടുള്ളത് സാധാരണഗതിയിൽ എംപ്ലോയീസിൻ്റെ പേരിൽ എംപ്ലോയർ എടുത്തിടാറുണ്ട് ഈ ഒരു പോളിസി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിന് എന്താണ് എംപ്ലോയീസിന് എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണമൊക്കെ സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാലൊക്കെ എന്താണ് ഈ പോളിസിൻ്റെ ഒരു തുക കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്താണ് അതൊരു വരുമാനമാണ്, അത് ഈ ഹെഡിലാണ് കാണിക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണക്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറയാം. ദെൻ ഗിഫ്റ്റ്, എല്ലാ ഗിഫ്റ്റും എന്താണ് ഈ ഹെഡിലാണ് വരിക. ഗിഫ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഗിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ട കണക്ക് നമുക്ക് ചെയ്യാം. ഗിഫ്റ്റ് 50,000 രൂപ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സെപ്റ്റഡ് ആണ്. ടോട്ടൽ ഗിഫ്റ്റ് പല ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ഒക്കെപ്പാടെ കൂട്ടിയപ്പോൾ 50 റുപ്യേൻ്റെ താഴെയുള്ളൂ അല്ലെങ്കിൽ 50,000 ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ കല്യാണത്തിന് ആരും ഗിഫ്റ്റ് എന്ത് തരികയാണെങ്കിലും അത് എത്ര എമൗണ്ട് ആയാലും ശരി അത് എക്സെപ്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഗിഫ്റ്റ് അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് വിൽപത്ര പ്രകാരമൊക്കെ കിട്ടുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം എന്താണ് നിങ്ങൾക്ക് ഒരു എഴുതി വെച്ചിട്ടായിരുന്നു എൻ്റെ മരണശേഷം ഇന്ന പ്രോപ്പർട്ടി ഇന്ന ആൾക്കാണ്, അതൊരു ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് അതൊക്കെ എക്സെപ്റ്റഡ് ആണ്. അതുപോലെ ഗിഫ്റ്റ് ഫ്രം എനി ലോക്കൽ അതോറിറ്റി, അതുപോലെ തന്നെ ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്താണ് അതിൻ്റെ വാല്യൂ ഒക്കെ എക്സെപ്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ എക്സെപ്റ്റ് ആണ്. അപ്പോൾ ഈ റിലേറ്റീവ് ആരാന്നുള്ളതൊരു ചോദ്യമാണ്. ആ റിലേറ്റീവ് ആരൊക്കെ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റിലേറ്റീവിൻ്റെ പരിധിയിൽ വരുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്പൗസ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ജീവിത പങ്കാളി. ഇപ്പോൾ ഭാര്യ ആണെങ്കിൽ
ഭർത്താവിനാണെങ്കിൽ ഭാര്യ, അല്ലേ? ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം. അതാണ് സ്പൗസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ നമ്മുടെ ബ്രദർ സിസ്റ്ററൊക്കെ. അതുപോലെ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദി സ്പൗസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, നമ്മുടെ ജീവിത പങ്കാളിൻ്റെ ബ്രദറും സിസ്റ്ററും. അതുപോലെ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് എയ്തർ ഓഫ് ദി പാരൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, നമ്മുടെ പാരൻസ്, അച്ഛനും അമ്മയും എന്തായാലും റിലേറ്റീവ് ആണല്ലോ, അവരുടെ ബ്രദറും സിസ്റ്ററും. ഓക്കെ. പിന്നെ എനി ലീനിയൽ അസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലഡ് റിലേഷനൊക്കെയാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. നമ്മൾ ബ്ലഡ് ആയിട്ട് എന്തുണ്ടെങ്കിൽ നേരിട്ടുള്ള ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിലേറ്റീവ് ആയിട്ട് പറയാം. ഇപ്പോൾ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ, അഡോപ്റ്റഡ് ചിൽഡ്രൻ, നമ്മൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണിരിക്കുക. അങ്ങനെ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണെങ്കിൽ അതും നമ്മൾ റിലേഷനായിട്ട് തന്നെ പറയുന്നത്. അഡോപ്റ്റഡ് ചിൽഡ്രനും ബയോളജിക്കൽ ചിൽഡ്രനും ആയിട്ട് ദർ ഇസ് നോ ഡിഫറൻസ്. ടാക്സിൽ അർത്ഥത്തിലുള്ള ഡിഫറൻസ് പറയുന്നില്ല. ഓക്കെ. ഇപ്പം നമ്മൾ സ്വന്തം നമ്മളെ രക്തത്തിൽ പറഞ്ഞ കുട്ടി, നമ്മൾ അഡോപ്റ്റ് ചെയ്തൊരു കുട്ടി, ഇത് രണ്ടും റിലേറ്റീവ്സ് എന്നുള്ള ഗണത്തിൽ ഒരേ രീതിയിൽ തന്നെയാണ് ടാക്സിൽ അത് പറയുന്നത്. ഓക്കെ. സോ അത് സ്പൗസിൻ്റെതൊക്കെ ആയാലും ശരി, സ്പൗസ് അഡോപ്റ്റ് ചെയ്തതായാലും ശരി, ഓക്കെ, എങ്ങനെ ആയാലും ശരി. ഓക്കെ. ഇൻഡിവിജ്വലിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ശരി. സ്പൗസ് ഓഫ് ദി പേഴ്സൺ റെഫേർഡ് ടു ഇൻ ബി ആൻഡ് എഫ്, ഇത് നമുക്ക് ഇനി പിന്നീട് കണക്കൊക്കെ വരുമ്പോൾ അവിടെ പരാമർശിക്കാം. ഈ ഒരു സെഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മളെന്താണ് സ്പൗസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പാരൻസ്, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഇങ്ങനെ പോയിട്ടുള്ള സകല ആളുകളും എന്താണ് റിലേറ്റീവ് എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ എന്താണ് അത് റിലേറ്റീവ് അല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ മതി. എനി മെമ്പർ ഓഫ് ദി ഫാമിലി എന്നാണ്. ആ ഫാമിലിയിലുള്ള ഏത് മെമ്പർ ആയാലും HUFൻ്റെ കേസിൽ എന്താണ് അത് റിലേറ്റീവായിട്ട് പരിഗണിക്കപ്പെടും. ഓക്കെ. അത് HUF എന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ്. അതൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ കുടുംബത്തിലെ ഏതൊരു മെമ്പറും എന്താണ് റിലേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അങ്ങനെ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ എന്താണ് ഗിഫ്റ്റൊക്കെ എന്താണ് എക്സംപ്റ്റ് ആയിട്ട് പറയും. ഓക്കെ. നെക്സ്റ്റ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർറൈറ്റിംഗ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ ആ ടൈം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യാം, പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിലൊക്കെ. ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സിനൊക്കെ അല്ലേ? ഇങ്ങനെ ഒരു കമ്പനി പൊതുജനങ്ങൾക്ക് ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വാങ്ങിക്കണം എന്നൊരു കണക്കുണ്ട്, നിയമപരമായിട്ടുള്ള കണക്കുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ആ വാങ്ങിക്കാത്ത ബാക്കി ഭാഗം ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് വരുന്നൊരു വിഭാഗമുണ്ട്. അതാണ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അത് മേ ബി ചിലപ്പോൾ ഒരു ഏജൻസി, ഒരു കമ്പനിയൊക്കെ ആവാം. അപ്പോൾ അവർക്ക് അതിനെന്ത് ചെയ്യേണ്ടി വരും? ആ റിസ്ക് അവരെടുക്കുന്നതുകൊണ്ട് അവർക്ക് അതിന് കമ്മീഷനും മറ്റും കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതാണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ. എനിവേ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ് അതർ സോഴ്സിൽ വരുന്ന ഒരു ഭാഗമാണ്. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇപ്പോൾ ഷെയറുകൾ, സെക്യൂരിറ്റീസ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റൊക്കെ കിട്ടും. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസൊക്കെ നമ്മളെന്താണ് ഈ ഹെഡിൽ വരുന്നതാണ്. ദെൻ ഡിവിഡൻഡ് എല്ലാം ടാക്സബിളാണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ടാക്സബിളാണ്. പിന്നെ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഷെയർസ്, അതൊക്കെ എന്താണ് ഡീംഡ് ഡിവിഡൻഡാണ്, ടാക്സബിളാണ്. പിന്നെ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി ടാക്സബിളാണ്. ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ടാക്സബിളാണ്, പക്ഷേ അതിന് TDS ഇല്ല. ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനി എന്നാണ് അർത്ഥം. ഓക്കെ. ദെൻ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ്, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു സോഴ്സിലും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെവിടെ വരും? സ്വാഭാവികമായിട്ടും അത് നമ്മുടെ അതർ സോഴ്സിൽ തന്നെയാണ് വരിക. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ എക്സെട്ര ഇഫ് നോട്ട് അസസബിൾ അണ്ടർ ദി ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ എക്സെട്ര. അപ്പോൾ സാധാരണഗതിയിൽ ഈ ലെറ്റ് ഔട്ട് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഇതൊക്കെ മേ ബി അത് ബിസിനസ് ഹെഡിലൊക്കെ വന്നേക്കാം.
ഇനി അവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ കാണിക്കാം, നമുക്ക് ഈ ഒരു അതർ സോഴ്സിലും മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ദെൻ കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ വരുന്നത് എന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പോൾ 12-year നാഷണൽ സേവിങ് ആനുറ്റി സർട്ടിഫിക്കറ്റ്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980, സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ്, ട്രഷറി സേവിങ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്, നാഷണൽ പ്ലാൻ സേവിങ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഈ പോസ്റ്റ് ഓഫ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിൽ ഓർമ്മിക്കുക. മാക്സിമം എക്സംഷൻ ഇൻഡിവിജ്വൽ കേസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ 3500, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7000. ഓക്കെ, പോസ്റ്റ് ഓഫീസ് ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, സ്പെഷ്യൽ ഡെപ്പോസിറ്റഡ് സ്കീം 1981, പിന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999, ദെൻ ബോണ്ട് ഇഷ്യൂഡ് ബൈ ലോക്കൽ അതോറിറ്റി. ഇത്രയും ഒന്ന് നോട്ട് ചെയ്തിടുക. ഓക്കെ, ഇതൊക്കെ ടാക്സ് ഫ്രീ ആണ്. ഇതിന്ന് ഇത്തരം സെക്യൂരിറ്റീസിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നോട്ട്സൊക്കെ ആവശ്യമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഒരു പിക്ചറൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത്, ദി ടേം സെക്യൂരിറ്റി ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ബൈ ഇൻകം ടാക്സ്, ബട്ട് ദി സെക്യൂരിറ്റി ജനറലി മീൻ ഡോക്യുമെൻ്റ് അക്നോളജിങ് ദി ഡെപ്റ്റ് ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഓർ സം അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫ്രം ജനറൽ പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെന്താണ് കടം വാങ്ങിക്കുമ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, ഒരു എവിഡൻസ് ഉള്ള നിലയ്ക്കാണ് സെക്യൂരിറ്റീസ് നമ്മൾ കാണേണ്ടത്. ഇറ്റ് ഹെൽഡ് ബൈ an investor or creditor as guarantee of his right to receive payment. അപ്പോൾ അതൊരു ഗ്യാരണ്ടി പേപ്പറായിട്ടാണ് അവരെ സംബന്ധിച്ച് പറയുന്നത്, ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്ററെ സംബന്ധിച്ച് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കൊമേഴ്സ്യൽ സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 2 ടാക്സ് ഫ്രീ, ലെസ് ടാക്സ്. അതുപോലെ തന്നെ ഇവിടെയും 2 ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം TDS ഉണ്ടാവില്ല എന്നാണ്. ടാക്സ് ഫ്രീ ഫുള്ളി എക്സെപ്റ്റ് ആണ്. ലെസ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സബിൾ തന്നെയാണ്, പക്ഷേ TDS ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടിയ എമൗണ്ട് അതുപോലെ തന്നെ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ടാക്സ് ഫ്രീ കൊമേഴ്സ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മൾ ടാക്സ് ചെയ്യേണ്ട, പക്ഷേ നമുക്ക് വേണ്ടി കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും, ടാക്സ് കൊടുക്കുന്നുണ്ടാവും. അതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ നിർബന്ധമായിട്ടും ഗ്രോസ് ചെയ്യണം. ലെസ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സബിൾ സെക്യൂരിറ്റീസ് തന്നെയാണ്. അതിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ഗിവൺ ഗ്രോസ് അപ്പ്, അങ്ങനെയാണെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യണം. അതല്ല പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യാതെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, TDSനെ കുറിച്ച് നമ്മളെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോസിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ TDSൻ്റെ റേറ്റ് ക്യാഷ്വൽ ഇൻകത്തിൻ്റെ ഒക്കെ എന്താണ് 30% എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാഷ്വൽ ഇൻകം ആണ് കേട്ടോ. പിന്നെ ഫ്രം ലോട്ടറി, കാർഡ് ഗെയിം, ബെറ്റിംഗ്, ഗാംബ്ലിങ്, ക്രോസ്വേർഡ് പസിൽസ്, എക്സെട്ര. ഓക്കെ, റിസോഴ്സൊക്കെ അതിൽ വരുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ 30%. സെക്യൂരിറ്റീസിൻ്റെ കേസിലൊക്കെ 10%. അത് ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റി ആയാലും ശരി, നോട്ട് ലിസ്റ്റഡ് ആണെങ്കിലും ശരി. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് കണ്ടാൽ അതൊക്കെ എന്താണ് 10% എൻ്റെ TDS. ഈ 2 റേറ്റ് കാര്യമായിട്ട് നിങ്ങൾ TDSൻ്റെ റേറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇനി അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു പോയിന്റ് 10,000 വരെയാണെങ്കിൽ ഏത് വിന്നിംഗ് ഫ്രം ലോട്ടറി, കാർഡ് ഗെയിം, ബെറ്റിംഗ്, ഗാംബ്ലിങ്, ക്രോസ്വേർഡ് പസിൽസ് ഡസ് നോട്ട് എക്സീഡ് ₹10,000. 10,000 മുകളിൽ അല്ലാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 10,000 അതിൽ താഴെയാണെങ്കിൽ എന്താണ്, TDS പിടിക്കൂല. ഓക്കെ, TDS ഇല്ല അതിന്. ആൻഡ് ഹോഴ്സ് റേസ് ആണെങ്കിൽ എന്താണ് 5,000 വരെ, അതിൻ്റെ മേലേക്കാണെങ്കിൽ TDS ഉണ്ടാവും. 5,000 വരെയാണെങ്കിൽ എന്തുണ്ടാ, TDS ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നേരെ എമൗണ്ട് കൊടുത്താൽ മതി. 10,000
ലോട്ടറിയും കടിക്കുകയാണെങ്കിൽ 16 റുപ്യേൻ്റെ ലോട്ടറി അടിച്ചാൽ ഗവൺമെൻറ് എന്താണ് അതിന് 30% കുറയ്ക്കൂല. ആ 10,000 തന്നെ നിങ്ങളെ കയ്യിൽ തരും. അതാണ് TDS പിടിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണ് 20,000 അടിക്കുകയാണ് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ആ 20,000ൻ്റെ 30% ഗവൺമെൻറ് പിടിച്ച് ബാക്കി നിങ്ങളെ കയ്യിലേക്ക് കിട്ടുള്ളൂ. സോ അതാണ് 10,000 വരെയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എന്താണ് TDS ഇല്ല. അതുപോലെ അത് റീസോഴ്സിൻ്റെ കേസാണെങ്കിൽ 5,000 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത് ഇത് സാധാരണ ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സാമിന് ഞാൻ ചോദിച്ചു വരുന്നൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇറ്റ്സ് എ ഡിവൈസ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസി ബൈ ട്രാൻസ്ഫറിങ് സെക്യൂരിറ്റീസ് ടു ലോ ഇൻകം ക്ലാസ് ഓഫ് അസസി ഓൺ ദി ഈവ് ഓഫ് ദി ഡ്യൂ ഡേറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ്. അതായത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പുള്ള ആളാണിരിക്കുക, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്, വളരെ വലിയൊരു വരുമാനമുള്ള ആളാണിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും, ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന ആളായിരിക്കും നിങ്ങൾക്ക്. സെക്യൂരിറ്റീസൊക്കെ നോർമലി എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റൊക്കെ നമ്മൾ ടാക്സ് ചെയ്യും വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റീസ് അതിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ഡ്യൂ ആകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ വൈഫിൻ്റെക്ക് ഇതാണ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഇത് നിങ്ങളിലേക്ക് ഒറിജിനൽ ഓണറായിട്ടുള്ള നിങ്ങളിലേക്ക് തന്നെ വീണ്ടും റീട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ടാക്സ് കഴിച്ചിടാൻ വേണ്ടിയിട്ടാണ്, അതിന് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സെക്യൂരിറ്റീസ് ഈസ് ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഓണർ എന്നാണ്. ആരാണോ ഓണർ, ഓണറിലേക്കാണ് സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് കിട്ടുന്ന ഈ ഇൻട്രസ്റ്റിനൊക്കെ ടാക്സ് വരിക. അപ്പോൾ ആ ഓണർഷിപ്പ് തൽക്കാലങ്ങളാണ് മാറ്റാണ്. എന്നിട്ട് ആ ഡേറ്റിന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ദീസ് ഇൻ ദി നെയിം ഓഫ് റിയൽ ഓണർ, നിങ്ങളിലേക്ക് തന്നെ വീണ്ടും എന്താണ് അത് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ എന്താണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസിങ് ഓഫീസർ ഈ പരിപാടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാൻ ഇൻക്ലൂഡ് ദിസ് ഇൻകം ടു റിയൽ ഓണർ. ഇത് നമ്മളിലേക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. എന്ത്, നമ്മൾ ഹൈ ഇൻകം ക്ലാസ്സുള്ള ആളുകൾ അവരുടെ ടാക്സിൽ നിന്ന് കഴിച്ചിടാൻ വേണ്ടിയിട്ട് ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് ലോ ഇൻകം ഉള്ള കുറച്ച് ആളുകളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാണ്, താൽക്കാലികമായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ. ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അതർ സോഴ്സുമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി മറ്റു കാര്യങ്ങൾ നമുക്കെന്താണ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതർ സോഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു 70% കാര്യങ്ങൾ നമുക്കെന്താണ് ക്ലിയറായി എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലമായിട്ട് വീണ്ടും നമുക്ക് വരാം. ഓക്കെ.